ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ്, രാജ്യത്തെ മതേതര രാഷ്ട്രീയത്തിന്റെ മുഖവും ശബ്ദവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു സംഘപരിവാർ നേതാവ് വന്നിരുന്നുകൊണ്ട് നടത്തിയ വധഭീഷണി ഇപ്പോൾ കേരളത്തിലും രാജ്യത്താകെയും തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇന്നുവരെ ഈ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള വധഭീഷണി മുഴക്കിയ നേതാവിനെതിരെ, സംഘപരിവാർ നേതാവിനെതിരെ, BJPയുടെ വക്താവിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ്. ഇന്ന് ഈ വിഷയമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. അത് അടിയന്തര പ്രമേയമായിട്ട് നോട്ടീസ് കൊടുക്കുകയായിരുന്നു. KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് MLA ആണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സഭയിൽ നോട്ടീസ് കൊടുത്തത്. എന്നാൽ നോട്ടീസ് അവതരിപ്പിക്കാനുള്ള അനുമതി പോലും ഇന്ന് സഭയിൽ സ്പീക്കർ നൽകിയില്ല എന്നതാണ് ഏറെ ഖേദകരവും വിചിത്രവുമായ കാര്യം. ഈ സഭ തുടങ്ങി ഏതാണ്ട് 10 ദിവസമൊക്കെ പിന്നിടുന്നു. ഇതിനോടകം സഭയിൽ പ്രതിപക്ഷം കൊടുത്ത അടിയന്തര പ്രമേയ നോട്ടീസുകളിൽ ഏതാണ്ട് 4ഓളം വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഈ സർക്കാർ തയ്യാറായി എന്നത് വലിയ നേട്ടമായിട്ട് സർക്കാരും സ്പീക്കറും ഒക്കെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഇതുപോലെ വളരെ അടിയന്തര പ്രാധാന്യമുള്ള രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കിയതുപോലൊരു വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു നോട്ടീസ് കൊടുക്കുമ്പോൾ ആ നോട്ടീസ് അവതരിപ്പിക്കാനുള്ള അനുമതി പോലും സ്പീക്കർ AN ഷംസീർ നൽകിയില്ല എന്നതാണ് കേരളീയ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അതിന് ഈ പറയുന്ന സ്പീക്കർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് അത്ര അടിയന്തര പ്രാധാന്യമുള്ള വിഷയമൊന്നുമല്ല. അങ്ങനെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതിയൊന്നും തരാനാകില്ല, പകരം സബ്മിഷനായിട്ട് എങ്ങാനും ഉന്നയിക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ സ്പീക്കറുടെ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം സഭയ്ക്കുള്ളിൽ രേഖപ്പെടുത്തി. പിന്നാലെ അദ്ദേഹം പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ആരെങ്കിലും വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് സഭയിൽ ചർച്ച ചെയ്യുക എന്നതാണ് നോക്കണം. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഈ വിഷയത്തിൽ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ ആരെങ്കിലും വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞു എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ വധഭീഷണിയെ ഈ CPMന്റെ സ്പീക്കർ കാണുന്നത് എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സഭയിൽ പ്രതിപക്ഷം ഉയർത്തിയത്. തുടർന്ന് ബാനറുമായിട്ട് ഡൈസിലേക്ക് ഇറങ്ങുകയും സ്പീക്കർക്ക് മുന്നിലേക്ക് ചെന്നിട്ടുണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും തുടർന്ന് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിൽ സഭ മുങ്ങിയതോടുകൂടി ഇന്നത്തേക്ക് സഭ പിരിച്ചുവിടേണ്ട ഒരു ഗതികേടിലേക്ക് സ്പീക്കർക്ക് പോകേണ്ടി വന്നു. മറിച്ച് സാധാരണഗതിയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കാനുള്ള അനുമതി കൊടുക്കും. അങ്ങനെ അടിയന്തര പ്രമേയം അനുവദിക്കും, വിഷയം അവതരിപ്പിക്കും, അതിന് ബന്ധപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറയും. പിന്നീട് അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം തള്ളിക്കളയും. തുടർന്ന് പ്രതിപക്ഷത്തെ ഓരോ കക്ഷി നേതാക്കളും സംസാരിച്ചുകൊണ്ട് അവരെ വാക്കൗട്ട് നടത്തി പ്രതീകാത്മകമായിട്ടൊരു പ്രതിഷേധം രേഖപ്പെടുത്തി ആ വിഷയം അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. ചില സന്ദർഭങ്ങളിൽ വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണെങ്കിൽ സ്പീക്കർ ആ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള അനുമതി കൊടുക്കും. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 12 മണിയോടുകൂടി സഭ നിർത്തിവെച്ചുള്ള ഒരു ചർച്ചയിലേക്ക് സഭ കടക്കും. അങ്ങനെ ഈ സഭാ സമ്മേളനം തുടങ്ങിയ ശേഷം ഏതാണ്ട് 4ഓളം വിഷയങ്ങൾ, ഇന്നലെ പോലും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയം ആ രീതിയിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ അത്തരത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന ആ ഒരു വിഷയം മാറ്റിവെച്ചിട്ട് ആ നോട്ടീസ് പോലും അവതരിപ്പിക്കാനുള്ള അനുമതി സ്പീക്കർ കൊടുത്തില്ല എന്നത് അങ്ങേയറ്റം ഖേദകരവും ഞെട്ടിക്കുന്നതുമായ ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു നേതാവാണ്. ആ നേതാവിനെതിരെ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട BJPയുടെ ഒരു സംസ്ഥാനത്തെ വക്താവായ ഒരു നേതാവ് വന്നിരുന്നുകൊണ്ട് വധഭീഷണി മുഴക്കുമ്പോൾ അത് ഒരു നിസ്സാര കാര്യമാണ്, അല്ലെങ്കിൽ അത് സഭയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിന്റെ നടപടി അത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇന്നലെ നമുക്കറിയാം KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് ബ്ലോക്ക് തലങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ്. കാരണം ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് 2-3 ദിവസമായിട്ട് പോലും ഈ വിഷയത്തിൽ ഒരു സ്വമേധയാ കേസെടുക്കാൻ ഈ പോലീസ് തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പല നേതാക്കളും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് തന്നെ ഈ വിഷയത്തിൽ ഈ നേതാവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി
ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ എന്തെങ്കിലും നടപടി പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ്. മറിച്ച് സംസ്ഥാനത്തെ സർക്കാർ സംഘപരിവാറിനെതിരെ നിരന്തരം പോരാട്ടം നടത്തുന്നുവെന്ന്, രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുന്നത് തങ്ങളാണെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ഈ വിഷയത്തിൽ ഈ പറയുന്ന സംഘപരിവാർ നേതാവിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഈ പറയുന്നത് പോലെ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തുടർ പത്രം മാത്രമാണ്, ബാക്കി പത്രം മാത്രമാണ് ഈ വിഷയമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.